പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ ടോട്ടൽ ചാർജ് എൻറ്ററിംഗ് ദ ടെർമിനൽ ഓഫ് ആൻ എലമെന്റ് ഈസ് ഗിവൺ ബൈ Q is equal to 6t square minus 12t millicoulombs. The current at t is equal to 3 seconds. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ITA ലെവലിലോട്ട് അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു എക്സാമിന്റെ പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ തവണ അല്ലെങ്കിൽ ഓരോ പീരീഡ് കഴിയുമ്പോഴും എക്സാം കുറച്ച് ടഫായി വരികയാണ്. അപ്പോൾ നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മളിപ്പോ പഠിച്ച ടോപ്പിക്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലം ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ മാത്രമാണ് ഇത്. നമ്മളിപ്പോ ലാസ്റ്റ് കണ്ടതാണ് ഒരു എക്സ്പ്രഷൻ I is equal to കറന്റ് is equal to dq by dt എന്നൊരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടു. കറന്റ് is equal to dq by dt. ഇവിടുത്തെ കേസിൽ നമുക്ക് ക്യൂവിന്റെ വാല്യൂ ഇവിടെ തന്നേക്കാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? I കണ്ടുപിടിക്കാനായിട്ട് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ക്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 6t square minus 12t ചെയ്യണം. ഒരു ഈ 6t സ്ക്വയറിൽ 6 ഒരു കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. ഈ t സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെയും ഈ t എന്ന് പറയുന്ന ടേമിനെയും വേണം വിത്ത് റെസ്പെക്ട് ടു t നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ജനറലി ഉള്ള എക്സ്പ്രഷൻ നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് x റൈസ് ടു n ബൈ dx എന്നുള്ളതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? n into x റൈസ് ടു n minus 1 എന്ന് എഴുതാം. സിമിലർലി ഡെറിവേറ്റീവ് ഓഫ് x, ഓക്കെ, അതായത് dx ബൈ ds ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 1 എന്ന് എഴുതാം. ഇവിടുത്തെ കേസിലാണെങ്കിൽ dt സ്ക്വയർ ബൈ dt എന്ന് പറയുന്നതിന് നമുക്ക് എന്തെന്ന് എഴുതാം? എന്നിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 2 ആണ് അല്ലെ. 2t raised to 2 minus 1 that is equal to 1. t raised to 1 എന്ന് പറയുന്നതും t എന്ന് എഴുതുന്നതും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി dx ബൈ dx ന് പകരം dt ബൈ dt എന്ന് എഴുതാം, which is equal to എന്താണ്? 1. അപ്പൊ ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 into dt സ്ക്വയർ ബൈ dt ക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുക? 2t ഇട്ട് കൊടുക്കുക, മൈനസ് 12 into 1 ഇട്ട് കൊടുക്കുക. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 12t മൈനസ് 12 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കറണ്ടിന്റെ എക്സ്പ്രഷൻ. ഇനി തീർന്നില്ല, നമ്മളോട് കറണ്ടിന്റെ എക്സ്പ്രഷൻ അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. ഇനി I is equal to 12t minus 12 നമ്മളോട് പറയാണ് ടൈം ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ് ആവണ സമയത്ത് വേണം നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ എക്സ്പ്രഷനിൽ ടിക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കുക? 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ കിട്ടുന്ന ഫൈനൽ വാല്യൂ ആയിരിക്കും നമ്മുടെ കറണ്ടിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കറണ്ടിന്റെ വാല്യൂ. സോ I is equal to എന്തെന്ന് എഴുതാം? 12 into 3 minus 12 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 36 minus 12 which is equal to എത്രയാണ്? 24. ഓക്കെ, ഇവിടെ മില്ലി കൂളമ്പിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആൻസർ എന്തിലായിരിക്കും? മില്ലി ആംപിയറിലായിരിക്കും നമുക്ക് കിട്ടുക. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, 24 മില്ലി ആംപിയർ ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അഥവാ EMF. ഓക്കെ, EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. നമ്മൾ പറഞ്ഞു കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ചാർജ് ആണ് അല്ലെ. ചാർജിന്റെ ഫ്ലോയിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുക. പക്ഷെ ഈ ചാർജ് ചുമ്മാ ഫ്ലോ ചെയ്യില്ല. ഒരു ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു പുഷിങ് എനർജി നമ്മൾ കൊടുക്കണം. അതായത് അതിനൊരു എനർജി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ചാർജ് ആ കണ്ടക്ടറിൽ കൂടി അല്ലെങ്കിൽ ആരിലൂടെയാണോ ഫ്ലോ ചെയ്യേണ്ടത് ആ പാത്തിൽ കൂടി ഫ്ലോ ചെയ്യുള്ളൂ. ചുമ്മാ ഫ്ലോ ചെയ്യില്ല. വി ഹാവ് ടു ഗീവ് സം എനർജി. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എനർജി ഉണ്ട്, ആ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു എനർജീനെ നമ്മൾ വിളിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിനെ നമുക്ക് വിളിക്കാം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് കോസസ് ആൻ ഇലക്ട്രിക് കറന്റ് ടു ഫ്ലോ. അപ്പൊ ഈ ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യാനുള്ള കാരണം ആരാണ്? ഈ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കാം. നമ്മുടെ ബാറ്ററി ഒക്കെ ഉണ്ടല്ലോ, ബാറ്ററി നമ്മളിപ്പോ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിൽ ഞാനിപ്പോ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ട, ഓരോ ചാർജ് മൂവ് ചെയ്യാൻ വേണ്ട ഒരു വർക്ക് ചെയ്യണ ആൾ ആരാണ്? ഈ പറയുന്ന ബാറ്ററിയാണ്. സോ ബാറ്ററി ഈസ് EMF. ഇനി ഞാൻ ഇതൊരു റെസിസ്റ്റർ എടുക്കുമ്പോൾ ഈ റെസിസ്റ്ററിന്റെ ഈ 2 പോയിന്റിന് ഇടയ്ക്കുള്ള വോൾട്ടേജ് നമ്മൾ കേട്ടിരിക്കുന്ന ടേംസ് ആണ് അല്ലെ. വോൾട്ടേജ് ഡ്രോപ്പ്, ഓക്കെ, പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഈ പറയുന്ന എല്ലാ ടേമിന്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വോൾട്ട് തന്നെയാണ്. വോൾട്ടേജിന്റെ ആയിക്കൊള്ളട്ടെ, EMFന്റെ ആയിക്കൊള്ളട്ടെ, വോൾട്ടേജ് ഡ്രോപ്പ് ആയിക്കൊള്ളട്ടെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിക്കൊള്ളട്ടെ, ഇവരുടെ ഒക്കെ യൂണിറ്റ് എന്താണ്? ഈ പറയുന്ന വോൾട്ട് ആണ്. പക്ഷേ EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സോഴ്സിന്റെ നമ്മൾ പറയാം. പക്ഷെ നമ്മുടെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു 2 പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പം ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തു, ഈ റെസിസ്റ്ററിന്റെ ഇങ്ങേ തലയ്ക്കൽ മുതൽ ഇങ്ങേ തലയ്ക്കൽ വരെ ഈ ചാർജ് ഫ്ലോ ചെയ്യാൻ വേണ്ട എനർജി. അപ്പം
ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തോട്ട് ഈ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ആ കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ട്. അപ്പൊ അതൊരു റെസിസ്റ്ററിന്റെ ഒക്കെ കേസിലാണെങ്കിൽ അവിടെ അത് ശരിക്കും ആ ഒരു വോൾട്ടേജ് എന്തായി പോവാണ്, അവിടെ നഷ്ടപ്പെട്ടു പോവാണല്ലേ, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയാണ്. സോ അതിനെയാണ് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് വിളിക്കാം. കൂടാണ്ട് ഈ ഒരു പോയിന്റിനെ എ എന്നും ഈ ഒരു പോയിന്റിനെ ബി എന്നും വിളിക്കുകയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലാണ് നമുക്ക് ഈ ചാർജിനെ മൂവ് ചെയ്യിക്കേണ്ടത്. അപ്പൊ അതിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കാം കേട്ടോ. അപ്പം ബൈ ടേം എല്ലാം സിമിലർ വരുന്ന ടേം ആണ്. ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഫോഴ്സ് കൊടുക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ വേണ്ട എനർജീനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, വോൾട്ടേജ്, EMF എന്നൊക്കെ പറയുന്നത്. പക്ഷേ എല്ലാത്തിന്റെ യൂണിറ്റ് എന്താണ്, സെയിം തന്നെയാണ് കേട്ടോ. എല്ലാത്തിന്റെ യൂണിറ്റ് സെയിം ആണ്. അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പറയുന്നതാണ് വോൾട്ടേജ് ഡ്രോപ്പ്. നമ്മുടെ ടോട്ടൽ ഒരു ബാറ്ററി ഉണ്ട്, ആ ബാറ്ററിയിൽ നിന്ന് ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ 12 വോൾട്ട് ആണ്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് 2 ആംപിയർ ആണ്. ഇതൊരു 1 ഓം റെസിസ്റ്റർ ആണെങ്കിൽ നോക്കിയേ, ഇവിടെ ഒരു എനർജി ഫോമിൽ നഷ്ടപ്പെട്ടു പോവാണ് ഈ റെസിസ്റ്ററിന്റെ അക്രോസ്. അപ്പോ അത് എത്രയായിരിക്കും, നമ്മൾ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ ഇറ്റ്സ് അബൌട്ട് 2 വോൾട്ട് ഇവിടെ നഷ്ടപ്പെട്ടു പോവാണ്. സോ അതിന് നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയാം. ടോട്ടലിൽ നിന്ന് ഈ റെസിസ്റ്റർ കുറച്ച് വോൾട്ടേജിനെ എടുക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കാന്ന് പറയാം. അത് ഒരു ചാർജിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന വർക്കാണ്. അതായത് ഓരോ ചാർജിനെയും മൂവ് ചെയ്യിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഈ പറയുന്ന ഫോഴ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, വോൾട്ടേജ് എന്ന് പറയാ. സോ അനദർ എക്സ്പ്രഷൻ ആണ് വർക്ക് ഡൺ പെർ ചാർജ്. അപ്പൊ വോൾട്ടേജ് നമ്മൾ ഇക്വേഷനായിട്ട്, വോൾട്ടേജ് അല്ലെങ്കിൽ EMF ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ നമുക്ക് പറയാം എന്ത്, ഇറ്റ് ഈസ് വർക്ക് ഡൺ പെർ ചാർജ്. ഒരു ചാർജിന്റെ പുറത്ത് വരുന്ന വർക്കാണ് അല്ലെ. അപ്പോ ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു എനർജി അവിടെ കൊടുക്കുകയാണ് അല്ലെ. ആ ഒരു എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജൂൾ ആണ്. ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കണ്ടതാണ്, SI യൂണിറ്റ് എന്താണ്, കൂളംബ് ആണ് ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോ നമുക്കൊരു ഡിറൈവ്ഡ് യൂണിറ്റ് കിട്ടി. വോൾട്ട്, വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട്, അല്ലെങ്കിൽ EMFന്റെ ഒക്കെ യൂണിറ്റ് എന്ത് തന്നെയാണ്, വോൾട്ട് ആണ്. വോൾട്ട് ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് കണ്ടു, വോൾട്ട് ഈസ് ഈക്വൽ ടു ജൂൾ പെർ കൂളംബ് എന്ന് കണ്ടു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എപ്പോഴും SI യൂണിറ്റ് മാത്രമല്ല, അതിൽ നിന്ന് വരുന്ന ഏകദേശം കുറച്ച് ആസ്പാസ് അടുത്തടുത്ത് വരുന്ന കുറച്ച് ഡിറൈവ്ഡ് യൂണിറ്റ്സും പഠിച്ചു വെക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ നമ്മൾ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഓപ്ഷനിൽ തന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഏതാണെന്ന് പറഞ്ഞായിരുന്നു. അതിൽ ഓപ്ഷൻ എ കൂളംബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബിയിൽ തന്നിട്ടുള്ളത് ഏതാണ്, ആംബിയർ സെക്കൻഡ് ആണ്. നമ്മൾ പഠിച്ചതാണ്, രണ്ടും ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് ചാർജിന്റെ യൂണിറ്റ് ആണ്. അപ്പോ ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ അത് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ചുറ്റുമുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാലേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ബബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കി, EMFന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. ഈ വോൾട്ടിന് നമുക്ക് ഒരു യൂണിറ്റും കൂടെ കിട്ടും, ദാറ്റ് ഈസ് ജൂൾ പെർ കൂളം. അതിന് കാരണം അതിന്റെ ഇക്വേഷൻ തന്നെയാണ്, ദാറ്റ് ഈസ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, വർക്ക് ഡൺ പെർ ചാർജ് ആണ്. ഒരു ചാർജിന്റെ പുറത്ത് വരുന്ന വർക്കാണ്. സോ വർക്ക് എന്ന് പറഞ്ഞാൽ എനർജി ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഒക്കെ യൂണിറ്റ് എന്ത് തന്നെയാണ്, ജൂൾ ആണ്. സോ വോൾട്ട് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, ജൂൾ പെർ കൂളംബ് എന്ന് എഴുതാം. നെക്സ്റ്റ് ആണ് റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ടേം ആണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു, ഒരു ചാർജ് ഫ്ലോ ചെയ്യാണ്, ഒരു കണ്ടക്ടറിൽ കൂടി, ഒരു പാത്തിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഓരോ ചാർജിനും അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് അനുഭവപ്പെടുന്ന ഒരു ഒപ്പോസിറ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ അതിന് എതിരെ വരുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ആ ഒപ്പോസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, കറണ്ടിന്, ആ ഫ്ലോ ഓഫ് കറണ്ടിന് ഉണ്ടാവുന്ന ഒപ്പോസിഷൻ ആണ് ആര്, റെസിസ്റ്റൻസ്. പിന്നെ നമ്മൾ അറിയേണ്ടതാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അപ്പോ നമുക്കിപ്പം 1 ഓം ഉണ്ടായി, അല്ലെങ്കിൽ 1 ഓം ആണ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ പറയാണ്, സപ്പോസ് 2 പോയിന്റിന്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്ന പോയിന്റിനും ബി എന്ന് പറയുന്ന പോയിന്റിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. ഇനി ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ 1 ആംപിയർ ആണെങ്കിൽ, ഓക്കെ, ഇതിപ്പോ ഡോട്ടഡ് ഇട്ടേക്കണ പോർഷനിൽ കൂടി ഫ്ലോ ചെയ്യുന്ന 1 വോൾട്ട് വന്ന് അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ കറണ്ട് ആണെങ്കിൽ, ഇവിടെ ഈ എയ്ക്കും ബിക്കും ഇടയ്ക്ക് അനുഭവപ്പെടുന്ന ഒപ്പോസിഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്രയാന്ന് പറയാം, 1 ഓം ആണെന്ന് പറയാം. അപ്പൊ ആ റെസിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫിഗർ ആണ് റെസിസ്റ്റർ ആയിട്ട് വരയ്ക്കുക.
ഓക്കെ, റെസിസ്റ്റൻസ് അനുഭവപ്പെട്ടു എന്നൊരു എക്യുപ്മെന്റിൽ നമ്മൾ കാണിക്കുമ്പോൾ അതിനൊരു റെസിസ്റ്റർ ആയിട്ട് നമുക്ക് വരയ്ക്കാം. ആ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് അപ്പൊ എത്രയാന്ന് നമുക്ക് പറയാം, 1 ohm ആണെന്ന് പറയാം. സോ 1 ohm എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വോൾട്ട് നമ്മൾ ഒരു പോയിന്റ്, 2 പോയിന്റിന് ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അനുഭവപ്പെടുകയാണ്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ മൊത്തത്തിൽ ആ എയ്ക്കും ബിക്കും ഇടയ്ക്ക് അനുഭവപ്പെടുന്ന ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാന്ന് പറയാം, 1 ohm ആണെന്ന് പറയാം. ഇനി ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും, എത്രത്തോളം നീളമുള്ള കണ്ടക്ടർ ആണ്. റെസിസ്റ്റൻസിനെ നമുക്ക് R എന്ന് റെപ്രസെന്റ് ചെയ്താൽ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിന്റെ ലെങ്തിന് എങ്ങനെയായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. ലെങ്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. അപ്പോ ലെങ്ത് എന്താണ്, ഒരു ഫാക്ടറാണ്. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ എടുക്കുന്ന കണ്ടക്ടറിന്റെ ഏരിയ. ഓക്കെ, അപ്പൊ ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കുറവായിരിക്കും, ഏരിയ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പൊ റെസിസ്റ്റൻസ് ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, റെസിസ്റ്റൻസ് ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ പിന്നെ അത് മാത്രമല്ല ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ടെമ്പറേച്ചർ മാറുമ്പോൾ ചില എക്യുപ്മെന്റ് അല്ലെങ്കിൽ ചില എലമെന്റില് റെസിസ്റ്റൻസിൽ വ്യതിയാനം സംഭവിക്കും. അപ്പൊ ടെമ്പറേച്ചർ ഒരു ഫാക്ട് ആണ്. പക്ഷെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ ഏതൊക്കെ പോർഷനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും റെസിസ്റ്റൻസ്, അതുപോലെ അതിന്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L/A എന്ന് എഴുതാം. L എന്ന് പറഞ്ഞാൽ ലെങ്ത്, A എന്ന് പറഞ്ഞാൽ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് അവിടെ കൊടുക്കണം. R is equal to a constant into length by area. Okay, R is equal to a constant into length by area. ഈ ഒരു കോൺസ്റ്റന്റിനെ നമുക്ക് റോ എന്ന് പറയാം. ഈ റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോ R is equal to റോ L/A, ലെങ്ത് ബൈ ഏരിയ. ഇവിടെ റോ എന്ന് പറയുന്നതാണ് എന്ത്, റെസിസ്റ്റിവിറ്റി അഥവാ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയും. ഇനി ഇതിന്റെയൊക്കെ യൂണിറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക. R ഈസ് ഈക്വൽ ടു നമുക്കറിയാം റോ ഇൻറ്റു L/ഏരിയ ആണ് അല്ലെ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണെന്നറിയാം, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണെന്നറിയാം, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണെന്നറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റോ ഈസ് ഈക്വൽ ടു ഈ എക്സ്പ്രഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നോക്കിയേ, ഈ ഒരു ടേം ഇങ്ങോട്ട് വരും, ഈ ഒരു ടേം ഇങ്ങോട്ട് പോലെ ഈക്വൽ ടു അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റിയതാ. റോ ഈസ് ഈക്വൽ ടു ഇപ്പൊ എന്തെന്ന് എഴുതാം, R ഇൻറ്റു A ഡിവൈഡഡ് ബൈ L എന്ന് എഴുതാം. യൂണിറ്റ് വൈസ് എഴുതുവാണെങ്കിലോ ഓം ഇൻറ്റു മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ. ഈ മീറ്ററും ഇവിടുത്തെ ഒരു സ്ക്വയറിന്റെ മീറ്ററും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്തെന്ന് വരും, റോ ഇസ് ഈക്വൽ ടു ഓം മീറ്റർ എന്ന് വരും. അതായത് സ്പെസിഫിക് റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്, ഓം മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പം ഓം മീറ്റർ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തത്. അടുത്ത നമുക്ക് നോക്കാനുള്ള ടോപ്പിക് ആണ് റെസിസ്റ്റിവിറ്റി അഥവാ സ്പെസിഫിക് റെസിസ്റ്റൻസ്. നമ്മളിപ്പോ പറഞ്ഞു റോ ഈസ് ഈക്വൽ ടു എന്താണ്, RA/L ആണ് അല്ലെ. ഇത് എപ്പോഴാണ് നമുക്കൊരു 1 ohm മീറ്റർ വാല്യൂ കിട്ടുക, ഇവിടെയുള്ള ബാക്കി എല്ലാ ടേമും 1 ആവുമ്പോഴാണ് നമുക്ക് ഈ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ എന്ത് കിട്ടുക, 1 എന്ന് കിട്ടുക. അതായത് റെസിസ്റ്റൻസ് 1 ohm ആയിരിക്കണം, ഏരിയ 1 മീറ്റർ സ്ക്വയർ ആയിരിക്കണം, ആ എടുക്കുന്ന കണ്ടക്ടറിന്റെ ലെങ്ത് എന്തായിരിക്കണം, 1 മീറ്റർ ആയിരിക്കണം. അപ്പൊ എല്ലാം 1 1 1 ആണെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ സ്പെസിഫിക് റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ എന്താണ്, മെറ്റീരിയലിന്റെ 1 ആണെന്ന് പറയാം. ഇനി ഇവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു മെറ്റീരിയലില് ഈ പറയുന്ന റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ജനറലി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, പിന്നെയോ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പൊ ഈ 2 ഫാക്ടേഴ്സിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഓൾസോ ദ ടെമ്പറേച്ചർ. ചിലപ്പോൾ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരാളെ മാത്രം തരും, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ തരും, ചിലപ്പോൾ ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ നോക്കണം, ഒരു ഓപ്ഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ ബാക്കി 4 ഓപ്ഷൻസ് നോക്കുക. എന്നിട്ട് 2 ഉണ്ടെങ്കിൽ ബോത്ത് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ അത് നിങ്ങൾ ബബിൾ ചെയ്യുക, അല്ലെങ്കിൽ മാത്രമേ ഒരെണ്ണം പിക്ക് ചെയ്യാൻ പോളൂ.
ഇനി പിന്നെ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി എത്രയാണ്? കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി ആണ് 1.7 into 10⁻⁻8. ഈ വാല്യൂ ഓർത്തിരിക്കുക കേട്ടോ. 1.7 into 10⁻⁻8 അത്രയും ഓം മീറ്റർ ആണ് കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി. പിന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ 4 ഓപ്ഷൻസും പൂർണ്ണമായിട്ടും വായിച്ചു നോക്കണം. കാരണം ഒരിക്കലും നമ്മൾ ഓപ്ഷൻസിനെ പ്രെഡിക്റ്റ് ചെയ്യരുത്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾ ഓപ്ഷൻ A കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ അതിനകത്ത് ഉത്തരം കണ്ടു, നിങ്ങൾ എന്ത് ചെയ്യും, വേഗം തന്നെ അത് ബബിൾ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. എന്നിട്ട് എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോഴായിരിക്കും Aയുടെ കൂടെ തന്നെ Bയും ശരിയായിരുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണത്. അപ്പൊ എന്ത് പറ്റും, നിങ്ങളുടെ ഒരു വാല്യൂ ഒരു ആൻസർ തെറ്റിപ്പോയി, ഒരു മാർക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 100-150 റാങ്ക് താഴോട്ട് പോവാന്ന അർത്ഥം. അപ്പൊ ചുമ്മാ ചാടി കയറി ബബിൾ ചെയ്യാണ്ട് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ 4 ഓപ്ഷൻസും വായിക്കാനുള്ള സമയം PSC നമുക്ക് തരുന്നുണ്ട്. അത്രയും വായിച്ച് നോക്കിയിട്ട് എക്സാക്ട് എന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. എസ്പെഷ്യലി ഇലക്ട്രീഷ്യൻ പോലുള്ള എക്സാമുകൾക്ക് മജോറിറ്റി ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ അവര് ഓപ്ഷൻസിലായിരിക്കും നമ്മളെ കുഴയ്ക്കുക. ചിലപ്പോൾ ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എയിൽ തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരമാണെന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ തരും, പക്ഷെ അതിനേക്കാൾ കറക്റ്റ് വരുന്ന ഉത്തരങ്ങൾ അടുത്ത ഓപ്ഷൻസിൽ ഉണ്ടാവും. അപ്പൊ ഒരിക്കലും നിങ്ങൾ ആൻസേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസിനെ പ്രെഡിക്റ്റ് ചെയ്യരുത്. 4 ഓപ്ഷനും വായിച്ചു നോക്കുക, എന്നിട്ട് ഏറ്റവും കറക്റ്റ് എന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ ബബിൾ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് കൂടാണ്ട് ഈ പഠിപ്പിക്കുന്ന ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും GM അക്കാദമിയുടെ ആപ്പ് അവൈലബിൾ ആണ്. ഇലക്ട്രിക്സ് എന്നാണ് ആപ്പിന്റെ പേര്. ആ ആപ്പ് നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കുറെ ഫ്രീ സെഷൻസ് കിട്ടും, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു.